ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു വട ഈറ്റിനിടെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. പിന്നെ ഞാൻ കുറച്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മൂസമ്പി ജ്യൂസാണ് ആക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വെള്ളയപ്പവും പിന്നെ ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കുറച്ച് ചിക്കൻ എടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളിയും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. ഉള്ളി ചൂടാവുന്നുണ്ട്, അതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മസാലപ്പൊടി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ മസാലപ്പൊടി ഇനി അതിലേക്ക് കറിയിലേക്ക് ഇടേണ്ടതാണ്. അപ്പോൾ കറിയിലേക്ക് മസാലപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളയപ്പം റെഡിയാക്കണം. പിന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പത്തിൻ്റെ പൊടിയാട്ടോ എടുത്തത്. അപ്പോൾ അതിൻ്റെ മാവാക്കി വെച്ചു. ഇനി നമ്മൾ ചുടണം. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ വെള്ളയപ്പം ചുടുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അത് ഉണ്ടാക്കാനും ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു ചുറ്റിയാക്കുന്നതാണ് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വെള്ളയപ്പവും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വെള്ളയപ്പവും പിന്നെ ചിക്കൻ കറി കോംബോ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ ഞാനിനി ഇത് വെള്ളയപ്പം ആയിട്ടുണ്ട്, ഇതിനി കഴിക്കണം. അപ്പോൾ വെള്ളയപ്പം ഉണ്ട് രാവിലെ തന്നെ, പിന്നെ ചിക്കൻ കറി ഉണ്ട്, പിന്നെ നമ്മുടെ മൂസമ്പി ജ്യൂസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഗൈസ്? അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുക. രാവിലത്തെ ഭക്ഷണം എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കാണാം. അപ്പോൾ ഉച്ചയാവുന്നതിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു വിശപ്പുണ്ടാവുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പുല്ലുമുട്ടായി അമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പുല്ലുമുട്ടായി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമാണോ ഗൈസ്? അപ്പോൾ ഗൈസ് ഉച്ചക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി വറക്കാൻ വേണ്ടിയിട്ട് നെയ്യിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഇഷ്ടമാണോ ഗൈസ്? ഇഷ്ടമാണെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ അരിയും ചീനച്ചട്ടിയിൽ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ അരി വറക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒരുവിധം വീടുകളിൽ, നമ്മൾ കല്യാണ വീടുകളിലെ, അപ്പോൾ ഒരുവിധം വീടുകളിൽ എന്തായാലും ചിക്കൻ കറി നെയ്ച്ചോറാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ. പിന്നെ ചൂടുവെള്ളമാണ് കേട്ടോ ഇവിടെ നെയ്ച്ചോറിലേക്ക് ഒഴിക്കുന്നത്. അരിയിലേക്ക് ഒഴിക്കുന്ന ചൂടുവെള്ളമാണ്. പിന്നെ അരി പറ്റി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലെമണില്ലേ, ലെമണ് ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇടുമ്പോൾ ഉള്ള കുറച്ച് കഴിയുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ആ ഒരു മണം ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു മണത്തിനായിട്ട് ഞാൻ ഒരുപാട് കോരിയിടും അങ്ങനത്തെ സാധനങ്ങളെല്ലാം, ആ പട്ട, ഗ്രാമ്പു അങ്ങനത്തെ സാധനങ്ങളെല്ലാം. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് നല്ലോണം മേലെ വിതറി കൊടുക്കുന്നുണ്ട്. ആ ഒരു മല്ലിച്ചപ്പും നെയ്ച്ചോറും കൂട്ടിക്കഴിക്കാനുള്ള ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ അതൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ കറി ആക്കുന്നത് ചിക്കൻ പൊരിച്ചിട്ട് അതിലേക്ക് ഇടുവാണ്. അപ്പോൾ ഈ ഒരു ചിക്കൻ പൊരിച്ചിട്ട് മസാലയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കുറേ പേര് ഉണ്ടാക്കാറുണ്ടല്ലേ. പിന്നെ സാധാ ആക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ചിക്കൻ പൊരിച്ചിട്ട് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം, ആ പൊരിച്ച മസാലയിൽ കൂടിയിട്ട് കഴിക്കുന്നത്. പിന്നെ ചിക്കൻ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ പൊരിഞ്ഞ് എന്താ പറയേണ്ടത്, അതൊരു ബൗളിലേക്കാക്കി വെക്കൂലേ, ആ ഒരു ചൂടോടെ കഴിക്കുമ്പോൾ അവരുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ചൂടോടെ നമ്മൾ ബൗളിലേക്ക് ഇട്ടപ്പാട് കഴിക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മസാല, ചിക്കൻ മസാല ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും റെഡിയാക്കിയിട്ട് ഉള്ളി വറക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതിടുകയാണ്. അപ്പോൾ അതിന് നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് നമ്മുടെ തക്കാളി അരിഞ്ഞു വെച്ചത് അതൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ലോണം ഇളക്കണം. പിന്നെ നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ അതൊക്കെ ആഡാക്കുന്നുണ്ട്. കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല, കുരുമുളക് പൊടി,
മല്ലിപ്പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇടണം. അപ്പോൾ പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ ചിക്കൻ കറീൻ്റെ മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലേ നമുക്ക് ചിക്കൻ കറിക്ക് ചാറ് കറിയായിട്ട് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ നല്ലോണം മസാലയായിട്ട് ടൈറ്റായിട്ട് ഇരിക്കും. അപ്പോൾ അതിലോട്ടേക്ക് നമ്മുടെ പൊരിച്ച ചിക്കൻ ഇടുന്നുണ്ട്. ചിക്കൻ പൊരിച്ചത് അതിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കണം, എന്നാലേ നല്ലോണം മിക്സ് ആയിട്ടിരിക്കൂ. അപ്പോൾ ഏകദേശം നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇനി നമ്മുടെ മല്ലിച്ചപ്പും അങ്ങനത്തെ പുതിന അങ്ങനത്തെയൊക്കെ ഇടാവുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലേ നല്ല മിക്സ് ആവും. അപ്പോൾ നമ്മുടെ മല്ലിച്ചപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ മിക്സ് ആക്കുക. പിന്നെ നമ്മുടെ നെയ്ച്ചോറും സാലഡും ചിക്കൻ കറിയും പിന്നെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിക്കുന്നത്, നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും. അപ്പോൾ സാലഡ് ഉണ്ടാക്കുന്നത് കാണിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ ഈവനിങ് നമ്മുടെ പഴംപൊരി ഇല്ലേ, നമ്മൾ പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പഴംപൊരി നമ്മുടെ ഗോതമ്പ് പൊടിയെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ഈവനിങ് ഞാൻ പഴംപൊരിയാണ് കഴിച്ചത്, അതിൻ്റെ കൂടെ ഹോർലിക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും താഴെ മെൻഷൻ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.